ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഒരു സൈക്കിളുണ്ട്. ഞാനാണെങ്കിൽ ഈ സൈക്കിള് അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സൈക്കിളും കൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണ്ടല്ലോ. ഈ നേരത്തെ ഇപ്പോൾ ആരെ വിളിക്കണേ? ആ, ഇതാ ഷോറൂമിലെ മാനേജർ അല്ലേ? ഹലോ ചേട്ടാ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ നമ്മുടെ ഷോറൂമിൽ ഒരു പുതിയ വണ്ടി വന്നു. അത് പക്ഷേ കാറോ ബൈക്കോ ജീപ്പൊന്നല്ല, അതൊരു ബോട്ടാണ്. അത് പക്ഷേ സാധാരണ ബോട്ടല്ല. നിനക്ക് ആ ബോട്ടേ വെള്ളത്തിലും മുടിക്കാൻ പറ്റും, റോട്ടിലും മുടിക്കാൻ പറ്റും. അതൊരു മോൺസ്റ്റർ ബോട്ടാ. ഏ, മോൺസ്റ്റർ ബോട്ടാ? ആ ബോട്ടിൽ വീലൊക്കെ ഉണ്ടാ? ആടെ ജാക്കേ, ആ ബോട്ടിൽ 4 വലിയ ടയർ വെച്ചിട്ടുണ്ട്. നിനക്കത് റോട്ടിൽ ഓടിക്കാനും പറ്റും, വെള്ളത്തിൽ ഓടിക്കാൻ പറ്റും. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഷോറൂമിൽ വന്നിട്ടേ ആ വണ്ടി അങ്ങ് മേടിച്ചോ. ആ ചേട്ടാ, ഞാൻ ദേ വരുന്നു. ഓക്കെ, ഇവിടെ ഷോറൂമിലെ മാനേജർ നമ്മളെ വിളിച്ചേക്കാണ് കേട്ടാ. അയാളുടെ ഷോറൂമിലെ ഒരു പുതിയ വണ്ടി വന്നു. അത് പക്ഷേ ഒരു ബോട്ടാ. ആ ബോട്ട് നമുക്ക് വെള്ളത്തിലും ഓടിക്കാൻ പറ്റും, റോട്ടിലും ഓടിക്കാൻ പറ്റും. ആ ബോട്ടിൽ ടയറൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷോറൂമിൽ പോയിട്ടേ ആ ബോട്ട് അങ്ങ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മേടിച്ചോണ്ട് പോവേ. ഓക്കെ, നമ്മളങ്ങനെ ആ ഷോറൂമിലേക്ക് വന്നേക്കാ. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ബോട്ട് അങ്ങ് പർച്ചേസ് ചെയ്യാം. ഞാൻ പിന്നെ ഭയങ്കര എക്സൈറ്റഡാ. ഹലോ ചേട്ടാ, അതെ, എനിക്ക് ആ ബോട്ട് വേണം. എവിടെയുള്ള? ആ ബോട്ട് ഞാൻ നിനക്ക് തരാം, നിനക്ക് ഫ്രീ ആയിട്ട് തരാം. പക്ഷേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ആ ചേട്ടാ, ഞാൻ ഹെൽപ്പ് ചെയ്യാലോ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അത് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഫോർച്യൂണർ ഉണ്ട്. അത് പക്ഷേ ഏതോ ഗ്യാങ്ങിൻ്റെ ആൾക്കാർ അടിച്ചു മാറ്റി. അത് ഏതോ ഗ്യാങ്ങെന്ന് എനിക്കറിയില്ല. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അവരുടേന്ന് ആ വണ്ടി എടുത്തോണ്ട് പോവാ. ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയാലേ ഒരു ജംഗിളുണ്ട്. ആ ജംഗിളിൻ്റെ ഇടയിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് ആ ഗ്യാങ്ങിൻ്റെ ആൾക്കാരുള്ളത്. നീ അപ്പോൾ ആ ഫോർച്യൂണർ എടുത്തോണ്ട് പോയോ പ്ലീസ്? ആ ഫോർച്യൂണർ തരാണെങ്കിൽ നിനക്ക് ആ ബോട്ട് തരാം, അതും ഫ്രീ ആയിട്ട്. ആണോ? എന്നാൽ ശരി, ഞാനിപ്പോൾ നിങ്ങളുടെ വണ്ടി കൊണ്ടുവരാം. എനിക്ക് ആ ബോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ അയാളുടെ വണ്ടിയില്ലേ, അതാരോ അടിച്ചു മാറ്റിയെന്ന്. അത് പക്ഷേ ഏതോ ഗ്യാങ്ങിൻ്റെ ആൾക്കാരാണ്. എന്നാൽ പിന്നെ നമുക്കേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയാളുടെ വണ്ടിയെ എടുത്തോണ്ട് വരാം. ഈ ഭാഗത്ത് പിന്നെ ഒരു ജംഗിളുണ്ട്. ആ ജംഗിളിൻ്റെ ഇടയിൽ ഒരു വീടുണ്ട്. അത് ഏതൊരു ഹോണ്ടഡ് ഹൗസാ. ആ വീട്ടിലങ്ങനെ ആരും താമസിക്കാറില്ല. ആ ഗ്യാങ്ങിൻ്റെ ആൾക്കാർ പക്ഷേ അവിടെ ഇല്ല. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് അവന്മാരുടെ വീട്. ഈ ബൈക്ക് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എവിടെ അവന്മാർ? അവന്മാർ മിക്കവാറും ടെറസിലുണ്ടാവും. ആ, അവരിത് എവിടെ നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടന്മാരെ, അതെ, നിങ്ങൾ നേരത്തെ ഒരു ഫോർച്യൂണർ അടിച്ചു മാറ്റിയില്ലേ, ആ കാറ് എനിക്ക് വേണം. മൈരേക്ക് തന്നോ? അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ കളി മാറും. ഓ പിന്നെ, നമുക്ക് തരാൻ സൗകര്യമില്ല. നീ നിർത്തി ചെയ്യാ. അയ് ശരി, തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. ഞാനേ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. ഏയ്, ഇവന് ആള് കൊള്ളാലോ. നമ്മളെ വെടിവെച്ച് കൊല്ലാറായ. ഇന്നും മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനം അവിടെ. ഓ പിന്നെ, നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ. ദേ കിടക്കണോ അവിടെ, എന്നെ കൊല്ലാൻ വന്നേക്കണത്. ഇവിടെ പിന്നെ എനിക്ക് 2 സ്റ്റാർ മാട്ടട്ടിലേൽ കിട്ടി. അതെന്തിനാന്ന് എനിക്കറിയില്ല. ഞാൻ കള്ളന്മാരെയാണ് കൊന്നേ. അതിനിപ്പോൾ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോലീസുകാരെ ഇങ്ങ് തീർത്തളയാം. ഒരൊറ്റണത്തിന് വെറുതെ വിടില്ല. അല്ലെങ്കിലും ഇവിടുത്തെ പോലീസിനെ കൊണ്ട് വലിയ ഉപകാരമില്ല. ഇവർക്ക് കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല. ചാവട അങ്ങോട്ട്, ചാവ്. ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും തീർത്തളഞ്ഞു, ഒരാളിനെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്കേ ഈ വണ്ടി എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഈ കാണുന്ന ഫോർച്യൂണറാ നമുക്ക് അയാൾക്ക് കൊടുക്കണ്ടേ. ആ പിന്നെ, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം, എന്നിട്ട് ഈ വണ്ടിങ് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഹലോ ചേട്ടാ, അതെ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആ കാറ് കൊണ്ടുവന്നു. ഈ കാറിന് ഒരു കുഴപ്പമില്ല. എൻ്റെ ബോട്ട് അവിടെ? ആ ബോട്ട് എനിക്ക് ഫ്രീ ആയിട്ട് തായോ? ആടെ ചേക്കേ, നിന്റെ ബോട്ട് അവിടെ റെഡിയാണ്, ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് അതിൻ്റെ ഡെലിവറി എടുത്തോളാം. ആ ബോട്ട് പിന്നെ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ?
അപ്പോൾ ഇതാണ് ആ ബോട്ട്, മോൺസ്റ്റർ ബോട്ട്. ഇത് കണ്ടില്ലേ, ഈ ബോട്ടിൽ 4 വലിയ ടയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റോട്ടിലും ഓടിക്കാൻ പറ്റും, വെള്ളത്തിലും ഓടിക്കാൻ പറ്റും. ഒരു 2-in-1 ബോട്ടാ. പറക്കാനും പറ്റിയിരുന്നെങ്കിൽ നൈസായിട്ടാ. 2 ചിറകും കൂടി വേണ്ടതായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇത് മോഡിഫൈ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കേ പുറത്തേക്ക് ഇറങ്ങാട്ടാ. ഇതിപ്പോൾ എങ്ങനെ പുറത്തേക്ക് എടുക്കുക? ഇതിൽ വലിയ ടയറില്ലേ, ചാടിച്ചെടുക്കാം. അതൊക്കെ അത്ര ഉള്ളോ. ഈ ബോട്ട് പിന്നെ ഓടിക്കാനേ നല്ല രസമുണ്ട്. ഇതിന് പക്ഷേ അധികം സ്പീഡില്ല, 300-ന്റെ മേലെ പോലും പോണില്ല. സ്പീഡ് കുറവാ. എന്നാലും കുഴപ്പമില്ല. ഈ ബോട്ടിന് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമുക്കേ ഇത് വെള്ളത്തിലും കൂടി മുടിച്ചു നോക്കണ്ടാ. വെള്ളത്തിൽ ഇത് പോവാണാവോ? നമ്മളങ്ങനെ നൈസായിട്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇതെന്താ മുങ്ങിപ്പോണേ? പൊന്തങ്ങോട്ട്. ഗൈസ്, ഇത് കണ്ടില്ലേ, ഈ ബോട്ട് വെള്ളത്തിലും നീങ്ങണ്ടിട്ടാ. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. ഇതിൽ പിന്നെ ബൂസ്റ്ററൊക്കെ ഉണ്ട്. ബൂസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി സ്പീഡിൽ പോവും. അധികം സ്പീഡില്ല, ഒരു 250 അത്രേ പോവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, സംഭവം നൈസായിട്ടുണ്ട്. ഇത് പിന്നെ വേറെ സിറ്റിയാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവണ്ട. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.